നാരത്തിൽ അയനം ചെയ്യുന്നത് നാരായണൻ. ഈ നാരത്തിൽ അയനം ചെയ്യുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ശുക്ലരൂപത്തിലാണെങ്കിലും മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന സർപ്പമാണ്. കുണ്ടലിനി ശക്തി എന്നൊക്കെ നമ്മൾ പറയുന്ന നട്ടലിൽ നിന്ന് ഉത്ഭവിച്ചു പോകുന്ന ആ ചൈതന്യത്തെയാണ് ഈ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവനാണ് തന്നെ അല്ലെ ആട് പാമ്പേ പുനന്തേട് പാമ്പേ അരുളാനന്ദ കുറുത്ത് കണ്ടാട് പാമ്പേ എന്നൊക്കെ പറയുന്നത് ഈ ചൈതന്യത്തെയാണ്. അപ്പം പഴയ കാലത്ത് ഇഷ്ടം പോലെ വസ്തുക്കളൊക്കെ ഉള്ളപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് എൻ്റെ ആദിമ മനുഷ്യനെ അധിവസിച്ച ആ വനത്തെ എൻ്റെ കൂടെ കൂട്ടണം എന്നൊരു വിചാരം മനുഷ്യനുണ്ടായി. സർപ്പക്കാവുകൾ പണ്ട് തുടങ്ങിയേ ഉള്ളതാണ്. എങ്കിൽ പോലും ഇപ്പം സർപ്പക്കാവുകൾക്കൊന്നും വലിയ പ്രാധാന്യമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല, കൊടുക്കുന്നവരും ഉണ്ട്. പക്ഷേ ഈ മുൻപ് സർപ്പക്കാവുകളായിരുന്ന സ്ഥലങ്ങളിൽ വീട് വെച്ച് താമസിക്കുന്നവരുണ്ട്. ചിലർക്ക് ദോഷം വരുന്നുണ്ട്, ചിലർക്കൊരു കുഴപ്പം ഇല്ല എന്നും പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യുന്നതിൽ ശരിക്കും ഇതിലെന്താ ശരി, എന്താ തെറ്റ്? അതൊരു കൃത്യമായ ഉത്തരം പറയാൻ പറ്റുന്നൊരു വിഷയമല്ല. കാരണം സർപ്പക്കാവുകളെ കുറിച്ചുള്ള സങ്കല്പം ഇന്നും ഇന്നലെ തുടങ്ങിയല്ല. അത് മനുഷ്യ ഉൽപ്പത്തി തൊട്ടേ സർപ്പങ്ങളെ മനുഷ്യൻ ഭയപ്പെടുന്ന ഒന്നാണ്. അതുമല്ല, സർപ്പം നമ്മുടെ ബന്ധുവും കൂടിയായിരുന്നു. അപ്പോൾ സർപ്പത്തെ ബന്ധുത്വത്തോടു കൂടിയാണ് മനുഷ്യൻ കണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈശ്വരന്മാരെ എല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളിലും സർപ്പവുമായിട്ടൊരു ബന്ധം കാണിക്കുന്നുണ്ട്. നമ്മുടെ ഭഗവാൻ ശിവൻ്റെ കണ്ടത്തിൽ കിടക്കുന്നത് സർപ്പമാണ്, മഹാവിഷ്ണു ശയിക്കുന്ന സർപ്പമാണ്. അങ്ങനെ സർപ്പവുമായിട്ട് നമുക്കൊരു ബന്ധം നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്, ഈശ്വര ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യർക്കും ആ ബന്ധം സർപ്പത്തോട് നിലനിൽക്കുന്നുണ്ട്. ഈ സർപ്പക്കാവുകൾ വന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ചരിത്രമുണ്ട് അതിൻ്റെ പിന്നിൽ. കാര്യം നമ്മൾ എവിടെ പോകുന്നോ അവിടുന്ന് കിട്ടുന്നൊരു സംസ്കാരത്തെ കൂടെ കൂട്ടുന്നവരാണ് മനുഷ്യർ. ഉദാഹരണത്തിന് ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ വനാന്തരങ്ങളിൽ താമസിച്ചവരാണ്. നമ്മൾ വനം എടുത്തുകൊണ്ട് വന്ന് താമസിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ വനത്തോടുള്ള നമ്മുടെ ഒരു അതിയായ താല്പര്യം, വനം എന്നുള്ള ആ സങ്കല്പത്തിനോടൊരു താല്പര്യം നമ്മളിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റി, പഴയ കാലത്ത് ഇഷ്ടം പോലെ വസ്തുക്കളൊക്കെ ഉള്ളപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് എൻ്റെ ആദിമ മനുഷ്യനെ അധിവസിച്ച ആ വനത്തെ എൻ്റെ കൂടെ കൂട്ടണം എന്നൊരു വിചാരം മനുഷ്യനുണ്ടായി. തന്നെയല്ല, അന്ന് സഹജീവികളോട് അവർക്കുണ്ടായിരുന്ന ഒരു സ്നേഹമുണ്ട്. അതായത് ഈ കാണുന്ന ചെറിയ പാറ്റ, പുഴു, തവള ഉൾപ്പെടെയുള്ള കൊച്ചു കൊച്ചു ജീവജാലങ്ങളോടുള്ള പ്രതിബദ്ധത, അത് സംരക്ഷിക്കപ്പെടണമെന്നുള്ള തോന്നൽ, അതുപോലെ വൃക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന തോന്നൽ, ഇത്തരം തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒന്നാണ് സർപ്പക്കാവ്. അപ്പം നമ്മൾ താമസിക്കുന്ന ഭൂമിയുടെ കന്നി ഭാഗത്തായിട്ട് ഒരു കാട് വെച്ച് പിടിപ്പിക്കുക, അവിടെ ഒരു കുളം ഉണ്ടാകുക. അപ്പോൾ ആ കുളത്തിലെ ശുദ്ധജലം, ആ കുളത്തിൽ ഈ മരങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ആ ജലം ശരിക്കും പറഞ്ഞാൽ ഔഷധ സമ്പുഷ്ടമായിരിക്കുന്ന ജലമായിരിക്കും ആ കുളത്തിൽ നിറയുന്നത്. കാര്യം ഒത്തിരി മരങ്ങൾ അതിനകത്തുണ്ടാകും. അങ്ങനെ വരുന്ന ആ വെള്ളം ഫിൽറ്റർ ചെയ്ത് കിണറ്റിലെത്തും. ഇപ്പോൾ കിണറും നല്ല ശുദ്ധമാവും. ഇപ്പോൾ കിണറ്റിലേക്ക് ധാരാളം വെള്ളം എത്താനുള്ള ഒരു സോഴ്സ് ആയിട്ടാണ് അന്നത്തെ കാലത്ത് വലിയ കുളങ്ങൾ വയ്ക്കുന്നത്. കുളവും സർപ്പക്കാവും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കാൻ വയ്യാത്ത ഒന്നായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ സർപ്പക്കാവുകൾ സ്ഥാപിച്ചു തുടങ്ങിയത്. പിന്നെ സർപ്പം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആരാധിക്കുന്ന ഒന്നായിരുന്നു. നമ്മുടെ വിചാരം ഈ ഇന്ത്യയിൽ, ഈ കേരളത്തിൽ മാത്രമേ സർപ്പം ഉണ്ടെന്നായിരുന്നു. അല്ല. പണ്ട് നമുക്കറിയാം, യൂഫ്രട്ടീസ് നദിയിലും നൈൽ നദിയിലും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാമ്പോട നൃത്തങ്ങളും ഒക്കെ നടത്തിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ അന്ന് ഈ സർപ്പാരാധകരായിരുന്നു. ക്രിസ്തീയ ചരിത്രങ്ങളിലൊക്കെ ഈ സർപ്പത്തെക്കുറിച്ച് വായിക്കുന്നു. സെൻറ്റ് ജോർജ് സർപ്പത്തിൻ്റെ വായിൽ ഇങ്ങനെ ശൂലം കുത്തി ഇറക്കുന്നതായിട്ടൊക്കെ അതൊക്കെ പ്രതീകാത്മക രൂപമാണ്. സർപ്പമായിട്ടുള്ള അവരുടെ ബന്ധത്തിൻ്റെ പ്രതീകാത്മക രൂപത്തെയാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ സർപ്പ ആരാധനയിൽ മുഴുകിയിരുന്ന ഒരു വിഭാഗത്തെ ഒരുപക്ഷെ അവരുടെ മതത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ആ സിംബോളിക് രൂപത്തെ ആയിരിക്കാം അവർ ആ സർപ്പത്തിലൂടെ കാണിക്കുന്നത്. അങ്ങനെ ഏത് മതം എടുത്തു നോക്കിയാലും, ഇപ്പോൾ നബി തിരുവനസ് ആണെങ്കിലും അദ്ദേഹത്തിനും ഈ സർപ്പത്തെ ഒരു ഗുഹയിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരാളെ സർപ്പം ദംശിച്ചായിട്ടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഖുർആനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ മതങ്ങൾക്കും സർപ്പവുമായിട്ടൊരു ബന്ധമുണ്ട്. സർപ്പം ഒരു എനർജിയാണ്. സർപ്പമില്ലാത്ത എന്തുണ്ട് പറ? നമ്മുടെ മനുഷ്യ ശരീരത്തിലൂടെ തലച്ചോറിലൂടെ കടന്നു പോകുന്ന ഓരോ നാഡി ഞരമ്പുകളും സർപ്പമാണ്. നമ്മുടെ ശരീരത്തിൽ സർപ്പമില്ലാത്ത ഒരു സംഭവമില്ല. ഭൂമിയിലെടുത്ത് നോക്കൂ, വേരുകളാണേലും ഭൂമിയിലെ ചെറിയ വെർമിസ്, ക്രിമികീടങ്ങൾ, ചെറിയ എല്ലാം സർപ്പ രൂപത്തിലാണ്. മനുഷ്യൻ തന്നെ ജീവനുടലെടുക്കുന്നത് പോലും സർപ്പരൂപത്തിലാണ്. അപ്പം നാരത്തിൽ അയനം ചെയ്യുന്നത് നാരായണൻ. ഈ നാരത്തിൽ അയനം ചെയ്യുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ശുക്ലരൂപത്തിലാണെങ്കിലും മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന സർപ്പമാണ്. അത് നാരത്തിലാണ് കിടക്കുന്നത്, ജലത്തിൽ കിടക്കുന്ന ഘടകമാണ്. അപ്പോൾ ജലത്തിലൂടെ രൂപപ്പെട്ടു വന്നതാണ് ഈ സർപ്പം. അപ്പോൾ അതിനോടുള്ള ബന്ധം മനുഷ്യന് ഒരിക്കലും വിച്ഛേദിക്കാൻ പറ്റില്ല. കുണ്ടലിനി ശക്തി എന്നൊക്കെ നമ്മൾ പറയുന്ന നട്ടലിൽ നിന്ന് ഉത്ഭവിച്ചു പോകുന്ന ആ
ചൈതന്യത്തെയാണ് ഈ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവനാണെങ്കിൽ തന്നെ അല്ലെ ആട് പാമ്പേ പുനന്തേട് പാമ്പേ അരുളാനന്ദ കൂത്ത് കണ്ടാട് പാമ്പേ എന്നൊക്കെ പറയുന്നത് ഈ ചൈതന്യത്തെയാണ്. അപ്പോൾ സർപ്പം ഒരു ചെറിയ നിസ്സാരമായൊരു ഒരു കാര്യമല്ല. ശരിക്കും അപ്പോൾ സർപ്പചൈതന്യത്തെ ആരാധിക്കുന്നതിൽ തെറ്റുമില്ല. പക്ഷെ അങ്ങനെ വന്നപ്പോൾ ഈ ഗ്രഹനിർമ്മാണത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഞാൻ പറയാം. അതായത് നമ്മളിപ്പം വീട് വയ്ക്കാൻ വേണ്ടി സ്ഥലം എടുക്കുമ്പോൾ ഇന്ന് നോക്കിക്കോ, നമ്മൾ ഈ ഓരോ വീതികളുണ്ട്. ഇപ്പം നമ്മൾ കവിക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ലായിരിക്കും. എങ്കിൽ തന്നെ ഇപ്പോൾ 5ാമത്തെ വീതി നിർണ്ണയം ചെയ്യുമ്പോൾ 5ാമത്തെ വീതിയിൽ സർപ്പത്തെ കാണിക്കുന്നത്. അപ്പോൾ വീതി നിർണ്ണയം ചെയ്യുന്നത് ഭൂമിക്ക് നമ്മൾ സ്ഥലമൊക്കെ എടുക്കുന്ന സമയത്ത് അപ്പം സർപ്പം അവിടെ ഉണ്ട്. പിശാച വീതി എന്നൊക്കെ പറയുന്നത്, പിശാച വീതി എന്ന് പറയുന്ന വീതിയുണ്ട്, അതുപോലെ സർപ്പത്തിനും വീതിയുണ്ട്. അപ്പോൾ ഇങ്ങനെ വീതി സങ്കല്പം വരുമ്പോഴത്തേക്ക് സർപ്പത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ കന്നിമൂലയിൽ സർപ്പത്തെ സങ്കല്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ വാസ്തുശരീരത്ത് ഉണ്ട്, നാഗനുണ്ട്. അങ്ങനെ എങ്ങനെ നോക്കിയാലും സർപ്പമില്ലാതെ ഒരു ഭൂമിയില്ല. സർപ്പമില്ലാത്ത ഭൂമി ഇല്ല എന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, മനുഷ്യനെ ഏറ്റവും സ്നേഹിക്കേണ്ടതും ആയിട്ടുള്ള ഒന്നാണ് സർപ്പം എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഭൂമിയിൽ താമസിക്കുമ്പോൾ ദോഷം വരുന്നത്? അതായത് ദോഷം വരുന്നില്ല. നമ്മുടെ ഒരു മിഥ്യാധാരണയാണ് സർപ്പം എന്തോ ദോഷം ചെയ്യുന്നു എന്നുള്ളത്. ദോഷം ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരു സ്ഥലത്ത് നിന്ന് പലായനം ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ഇപ്പം നമുക്കൊരു പട്ടിയെ വളർത്തി അതിനെ കൊണ്ടുപോകാം, പശുവിനെ വളർത്തിയാൽ കൊണ്ടുപോകാം. പക്ഷേ സർപ്പം നമ്മളൊപ്പം നിന്നാണെങ്കിൽ അത് വരത്തില്ല. ഈ സർപ്പത്തിൻ്റെ ഭൂമി ബന്ധമുള്ള ഒരു വസ്തുവും നമ്മൾ പോയാൽ നമ്മുടെ കൂടെ വരില്ല. അപ്പോൾ അതുപോലെ ഈ ഭൂമി ബന്ധം നിൽക്കുന്നതുകൊണ്ട് ഇതവിടെ വിട്ടെങ്ങും പോകത്തില്ല. നമ്മളിപ്പം വിട്ടിട്ട് പോയാൽ പോലും സർപ്പസാന്നിധ്യം അവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് സർപ്പക്കാവ് ഇവിടുന്ന് നമ്മൾ മണ്ണാറശാല കൊണ്ടിരുത്തി, അവിടെ കൊണ്ടിരുത്തി എന്നൊക്കെ നമ്മളൊക്കെ പറയും. ഇതിന് ചൈതന്യത്തെ ആവാഹിച്ച്, ശരി, ആത്മീയമായിട്ട് നമ്മൾ ആ ചൈതന്യത്തെ ആവാഹിച്ച് കൊണ്ടുപോകാം. പക്ഷേ ആ ചൈതന്യം അവിടെ വിട്ട് പോകുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഒരു നദി നികത്തിയാൽ പോലും, ഒരു തോട് നികത്തിയാലും കുറച്ച് കാലത്തേക്ക് മത്സ്യങ്ങൾ അതിൻ്റെ മേളിൽ കൂടെ സഞ്ചരിച്ച് പോകുന്നതാണ്. മഴയൊക്കെ പെയ്യുമ്പോൾ ചെറിയൊരു ഒഴുക്ക് വന്നു കഴിഞ്ഞാൽ മത്സ്യങ്ങൾ ഈ തോടിൻ്റെ മേളിൽ കൂടെ, അത് നികത്തപ്പെട്ട തോടെന്ന് മനസ്സിലായോ, ചെറിയ കനാല്, അത് നികത്തിയാലും അതിൻ്റെ മേളിൽ കൂടെ കുറച്ച് നാളത് സഞ്ചരിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിന് ആ റൂട്ട് നിശ്ചയമായിപ്പോയി. അങ്ങനെ ഭൂമി ഒരു പ്രത്യേക പർട്ടിക്കുലർ സ്ഥലത്ത് ജീവിച്ച വസ്തുവിന് പെട്ടെന്ന് അവിടെ വിട്ട് പോകാൻ ബുദ്ധിമുട്ട് വരും. അത് നാഗങ്ങൾക്ക് അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ നാഗം അവിടെ വിട്ട് പോകത്തില്ല. ഈ നാഗചൈതന്യം എന്ന് പറഞ്ഞാൽ, ഈ സർപ്പം എന്ന് പറഞ്ഞാൽ വേഗത എന്ന അർത്ഥം കൊണ്ട്, എനർജി ലെവൽ എന്ന് പല അർത്ഥമുണ്ട്. അപ്പം നമ്മളിതിനെ പാമ്പായിട്ടാണ് കണക്കാക്കുന്നത്. പാമ്പാണെങ്കിൽ പോലും അവിടെ വിട്ട് പോകത്തില്ല. അപ്പോൾ ഈ പാമ്പിൻ്റെ സ്വാധീനം ആ സർപ്പക്കാവ് വെട്ടി അവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിലനിൽക്കും. അപ്പോൾ ഇപ്പോൾ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ സാറ് പറഞ്ഞത് അങ്ങനെ സർപ്പങ്ങൾ ദോഷം ചെയ്യില്ല എന്നാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ജ്യോതിഷനെ സമീപിക്കുന്ന സമയത്ത് അങ്ങനെയല്ല, സർപ്പദോഷമുണ്ട്. ഇപ്പോൾ ഈ സ്കിൻ ഡിസീസസ് വരുന്നതാണെങ്കിലും, കുട്ടികളുണ്ടാവാനുള്ള ബുദ്ധിമുട്ട് വരുന്നതാണെങ്കിലും, അത്തരത്തിലുള്ള കുറേ കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നം വരൽ, ഇതെല്ലാം ഈ ഒരു സർപ്പദോഷത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് കാലങ്ങളായിട്ട് പറഞ്ഞു പോരുന്ന ഒന്നാണ്. അപ്പോൾ അതിൽ സത്യമില്ല എന്നാണോ സാറ് പറയുന്നത്? സത്യമില്ലെന്നല്ല, ഈ ജ്യോതിഷത്തിൽ പറയുന്നത് അതിൻ്റെ ഒരു ആത്മീയമായ വശമാണ്. അതിന് ഭൗതിക വശത്തിന് എത്രമാത്രം കാര്യമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് സർപ്പം നമ്മളെ ഉപദ്രവിക്കുക, അല്ലെ പാമ്പ് സർപ്പം വിട്ടുതരും. പാമ്പെന്ന് പറയുന്ന ജീവി അതിന് വ്യക്തമായ കാഴ്ചയുള്ള ഒന്നല്ല. നമുക്കറിയാം, നമ്മൾ ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന കൂടെ കണക്കാക്കണം. ഒരു കാര്യത്തെ വിലയിരുത്തുമ്പോൾ നമ്മൾ മാറി വരുന്ന കാലത്തെയും കൂടെ പരിഗണിക്കണം. പുതിയ തലമുറയെ പരിഗണിക്കണം. അവരുടെ ബുദ്ധിയെ പരീക്ഷിക്കരുത്. അതും കൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഞാൻ പറയാൻ വന്നത്. അതായത് സർപ്പം ഒരു ഉപദ്രവകാരിയായ ജീവിയല്ല. അതിന് കണ്ണ് കാണത്തില്ല. പാമ്പാട്ടി അതിൻ്റെ മകുടി ഊതുമ്പം ഈ പാമ്പ് ഇങ്ങനെ പണം വിടർത്തി ആടുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ അത് ആ ശബ്ദം കേട്ടിട്ട് അതിനോട് പ്രതികരിക്കുകയല്ല സത്യത്തിൽ. അതിൻ്റെ ആ ചലനത്തോടാണ് പ്രതികരിക്കുക. അതിൻ്റെ ആ ബ്ലറായിട്ടുള്ള കണ്ണിലൂടെ കാണുമ്പോൾ അത് അതിനോട് പ്രതികരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ശരിക്കും ഈ സർപ്പം എന്ന് പറഞ്ഞാൽ ഒരു ഉപദ്രവകാരിയായ ജീവിയല്ല, നമ്മളൊന്നും ചെയ്യുന്ന ജീവിയല്ല. സർപ്പവും പാമ്പും ഒന്നും നമ്മളെ ഉപദ്രവിക്കുന്ന ജീവികളല്ല. അതിൻ്റെ രക്ഷാർത്ഥം മാത്രമാണ് അത് നമ്മളെ ഉപദ്രവിക്കാറുള്ളത്. പക്ഷേ നമ്മുടെ നാടോടി കഥകളിൽ ഈ സർപ്പത്തിന് ഇത്രയും പ്രാധാന്യം പണ്ട് തൊട്ടേ, നമ്മൾ എന്തിനോടും ഭയമുണ്ടോ, ഭയം എന്താകും, ഭയമുള്ളതിനെ നമ്മൾ ഒന്ന് അടിച്ച് അമർത്താൻ ശ്രമിക്കും. അത് വരുതിയിൽ വരത്തില്ല എന്ന് തോന്നിയാൽ നമ്മളതിനെ സ്നേഹിച്ച് സ്വാധീനത്തിൽ കൊണ്ടുവരാൻ പറ്റും. അതും പറ്റുന്നില്ലെങ്കിൽ നമ്മളതിനെ ആരാധിക്കും. ഇതാണ് മനുഷ്യൻ. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സർപ്പദോഷം എന്ന് പറയുന്നത്, ഞാൻ ഈ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല,
എങ്കിൽ പോലും ഒരു ആചാര്യനിൽ നിന്ന് തന്നെ ഞാൻ കേട്ടിരിക്കുന്ന കാര്യമാണ്, സർപ്പദോഷം എന്ന് പറയുന്നത് നമ്മൾ സർപ്പത്തെ കൊന്നതുകൊണ്ടോ അതല്ലെങ്കിൽ പൂർവികമായി കിട്ടുന്നതോ ഭൂമിയിൽ ആ ഒരു സ്വാധീനം ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല. ഭൂമിയിൽ സ്വാധീനമുണ്ട്. അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻപ് കാലങ്ങളിൽ ഈ സർപ്പങ്ങൾ വാസയോഗ്യമായിരുന്ന ആ സ്ഥലങ്ങളിൽ അത് മരിച്ചതും നഷ്ടപ്പെട്ടു പോയതുമായിട്ടുള്ള അതിൻ്റേതായ ആ ശരീരാവശിഷ്ടങ്ങളുടെയും ആ ഒരു വിഷസാന്നിധ്യം അതുകൊണ്ടുണ്ടാവുന്നതാണ് ഈ സ്കിൻ ഡിസീസസും കാര്യങ്ങളും ഒക്കെ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അല്ല, ഞാൻ പറഞ്ഞു അതിനൊരു സയന്റിഫിക് വശം ഉണ്ട് എന്ന രീതിയിലാണ് ഞാൻ ഒരാളിൽ നിന്ന് കേട്ടിട്ടുള്ളത്. ഞാൻ പറയട്ടെ, നമ്മൾ ഇതിനകത്തൊരു ആത്മീയ വശമാണ് ഈ പറയുന്നതിൻ്റെ എല്ലാത്തിനും പിന്നെ ഒരു ആത്മീയതയാണ് ഈ പറയുന്നത്. ഈ ആത്മീയതയിൽ സത്യമാണ്. ഭൗതികതയിൽ എത്രമാത്രം ഒരു സർപ്പം നമ്മളിൽ സ്കിൻ ഡിസീസ് ഉണ്ടാക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ വിഷം നമ്മളുടെ ഉള്ളിൽ കടന്നു പോയാൽ നമുക്ക് ഉപദ്രവം ഉണ്ടാവും. നേരെ മറിച്ച് ഒരിക്കലും സർപ്പം നമ്മളിൽ രോഗദുരിതങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെ പാമ്പ് നമുക്ക് രോഗദുരിതം ഉണ്ടാക്കുന്നു വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പം ക്യാൻസറിന് പോലും മരുന്ന് എടുക്കുന്നത് ഇതിന് വെനം ഉപയോഗിച്ചാണ്. അപ്പം നമ്മളെ രക്ഷിക്കുന്ന ഒരു ജീവിയും കൂടെയാണ് സർപ്പം. ചുമ്മാ കൊല്ലരുത് ഒരിക്കലും സർപ്പത്തെ. നമ്മൾ പേടിച്ച് ഭയന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. സർപ്പത്തെ നമ്മൾ അംഗീകരിക്കേണ്ട ഒന്നാണ്. അത് ഇന്ന് നമ്മൾ തെളിഞ്ഞു കഴിഞ്ഞ കാര്യം. നമ്മൾ മാരക രോഗത്തിന് പ്രതിവിധിയായിട്ട് പോലും ഈ സർപ്പത്തിൻ്റെ വിഷത്തെ എടുക്കുകയും നമ്മളെ രക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഈ സർപ്പം ഒരു ദേവനല്ല, അല്ലെ ദേവതയല്ല എന്ന് ആത്മീയതയിൽ വിശ്വസിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ, അന്നുള്ളവരത് പണ്ടേ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അതിനെ ഇന്നും അത് ആരാധിക്കുന്നത്. അപ്പോൾ സർപ്പത്തെ ഒരിക്കലും തള്ളി പറയാൻ ഞാൻ ആളല്ല. അത് നമ്മളിൽ നിന്നൊക്കെ ദോഷം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ആത്മീയ തലത്തിൽ അതിന് ചില പരിവേഷങ്ങളുണ്ട്. അത് അത്തിരി വിശദീകരിക്കേണ്ട ഒരു സബ്ജക്റ്റും കൂടെ ആയതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പറ്റത്തില്ല. എന്ന് വെച്ച് ഞാൻ ഈ പറയുന്നവരെ തള്ളി പറയുന്നില്ല. അവരുടെ കാഴ്ചപ്പാടുകൾ ശരിയാണ്. ഇതിൽ ആത്മീയതയുണ്ട്. ആ ആത്മീയത അനുസരിച്ച് ഈ പറയുന്ന ദോഷഫലങ്ങൾ വരാം. അത് ജ്യോതിഷത്തിലും പറയുന്നുണ്ട്. ജ്യോതിഷത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പലയിടത്തും സർപ്പദോഷത്തെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ അതൊന്നും ഈ പറയുന്ന സാധാരണപ്പെട്ട പാമ്പിനെ കുറിച്ചല്ല പറയുന്നത്. അത് സർപ്പം എന്ന് പറയുന്നത് വേറൊരു തലമാണ്. അതിൻ്റെ ഒരു ആത്മീയ വശമുണ്ട്. അത് വിശദമായിട്ട് പറഞ്ഞാലേ ഇത് മനസ്സിലാകും. താങ്ക് യു സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.